കഥാപുസ്തകത്തിൻ്റെ കഥ കൊച്ചേട്ടൻ്റെ കത്ത്. പ്രിയ DC കുടുംബാംഗങ്ങളെ, ഇടുക്കി ജില്ലയിലെ പ്രകാശിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അർഹത എടുത്തു തരുന്നത് ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല, വായിച്ചവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാശവും ഞങ്ങളെ വളർത്തിയിരുന്നു. ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗമാക്കിയത്. ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സമഗ്രം വീട്ടിൽ പറയണം എന്ന ധാരണയുമുണ്ടായിരുന്നു. അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാവിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു. അച്ചാച്ചൻ ഹൗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച 4 പുസ്തകം എടുക്കുക എന്ന ആഹ്വാനമുണ്ടായി. ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു. എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു. ബഷീറിൻ്റെ ബാല്യകാലസഖി, അതിനോട് ജോസിൻ്റെ മാമുമോനും ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യവുമെല്ലാം വായിച്ച് ഞങ്ങൾ വിതുമ്പിക്കരഞ്ഞ് എത്ര ദിനാന്തങ്ങൾ. വെള്ളൂർ കൃഷ്ണക്കുട്ടി, തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു പറഞ്ഞ് രസിച്ചു എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നില്ല. ഞങ്ങളുടെ പ്രിയ പിതാവ്, ഞങ്ങളുടെ അച്ചാച്ചൻ ഒന്നാന്തരം കഥാപുസ്തകമാണ് എന്ന്. അപ്പൻ എടുത്തു വരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന്. ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാഹ്യസാഹിത്യമായിരുന്നു. വല്യനും മധോവനും കുരങ്ങനും മുയലും പോലെയുള്ള രസിപ്പിക്കുന്ന കഥകളായിരുന്നു അപ്പൻ. കൗമാരത്തിന് ശരിയായ തീരുമാനങ്ങളും തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള സ്വാധീനവും മാറ്റവും ഡിറ്റക്റ്റീവ് മഹൗഷവും CID പുഷ്പരാജുമായിരുന്നു ഞങ്ങളുടെ അപ്പൻ. ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ. ഞങ്ങൾ മുഴുവപ്പം അപ്പൻ ഞങ്ങൾക്ക് വിട്ടൊഴികളുടെ പാപങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ഇഷ്ടപരിമാറി. പിന്നെ മകൾക്ക് പഠിക്കാനായി സ്വന്തം ഹസ്തിയുടെ മുൻകൂട്ടി വിൽക്കുന്ന ടാഹോറിൻ്റെ റിക്ഷാവലക്കാരനായി. ഇന്ന് അപ്പൻ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളോട് ക്ഷമിക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങൾക്കായി സ്വന്തം ശരീരരക്തോ നിനക്ക് വേണ്ടി മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുരിശുഭാരം ചുമന്ന ഞങ്ങൾക്ക് ജീവനുണ്ടാക്കുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി 2026 ജനുവരി 17 ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സോമിലേക്ക് യാത്രയായി. ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ് അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെറ്റില്ലാത്ത പുസ്തകമാണ്. അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗ്രന്ഥം എൻ്റെ ജീവിതത്തിന് സ്വന്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദത്തിൻ്റെ യോഗ്യത. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വായിച്ചു തീരുന്ന നല്ല പുസ്തകങ്ങളൊക്കെ ആവട്ടെ നിങ്ങളുടെ ആ ജീവിത കഥകളും ദൃശ്യാവശ്യമായി. നിങ്ങളുടെ ജീവിതം. സ്നേഹത്തോടെ, സ്വന്തം കൊച്ചേട്ടൻ.